പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ സ്നേഹപൂർവം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെക്കുറിച്ചാണ് വീഡിയോയിൽ വിവരിക്കുന്നത്. സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്നേഹപൂർവം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത്. മാതാപിതാക്കളിൽ 2 പേരുമോ അല്ലെങ്കിൽ ഒരാളോ മരണപ്പെട്ടുപോയ കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭ്യമാകുന്നത്. വാർഷികാടിസ്ഥാനത്തിലാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ വർഷവും 3000 രൂപയും 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓരോ വർഷവും 5000 രൂപയും +1 +2യിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും 7500 രൂപയും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും 10000 രൂപയുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന ഈ സ്കോളർഷിപ്പിന് നമുക്ക് സ്വന്തമായി അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. കുട്ടികൾ പഠിക്കുന്ന സ്ഥാപക മേലധികാരികൾ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. അതിനാൽ തന്നെ ഇതിനാവശ്യമായ രേഖകൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നൽകി സ്കൂൾ അധികൃതർ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. സ്നേഹപൂർവം സ്കോളർഷിപ്പിന് ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. കുട്ടിയുടെ ആധാർ കാർഡ് കോപ്പി, മരണമടഞ്ഞ രക്ഷകർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, കുട്ടിയും ജീവിച്ചിരിക്കുന്ന രക്ഷകർത്താവിന്റെയും പേരിലുള്ള ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിന്റെ കോപ്പി, വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡിന്റെ കോപ്പി എന്നിവയാണ് ആവശ്യമായ രേഖകൾ. എന്നാൽ BPL വിഭാഗത്തിൽ പെട്ടവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, റേഷൻ കാർഡിന്റെ കോപ്പി നൽകിയാൽ മതിയാവും. മേൽപ്പറഞ്ഞ രേഖകൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊടുത്താൽ സ്ഥാപക മേലധികാരികൾ ഓൺലൈനിലൂടെയാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നത്. APL വിഭാഗത്തിൽ പെട്ടവർ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഗ്രാമപ്രദേശത്തിലുള്ളവർക്ക് വരുമാന പരിധി 20000 രൂപയിലും നഗരപ്രദേശത്തുള്ളവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് വരുമാന പരിധി 22375 രൂപയിലും കൂടാൻ പാടുള്ളതല്ല. വാർഷികാടിസ്ഥാനത്തിലാണ് വരുമാനം കണിക്കേണ്ടത്. വരുമാന സർട്ടിഫിക്കറ്റിന് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റിൽ എത്ര വരുമാനമാണ് നൽകേണ്ടത് എന്നത് തീരുമാനിക്കുന്നത് നമ്മൾ അപേക്ഷിക്കുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥർ ആയതിനാൽ തന്നെ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചതിന് ശേഷം അതാത് ഓഫീസിൽ പോയി അപേക്ഷിച്ച സർട്ടിഫിക്കറ്റ് സ്നേഹപൂർവം സ്കോളർഷിപ്പിനാണെന്നും ഈ സ്കോളർഷിപ്പിൽ കാണിക്കേണ്ട വരുമാന പരിധിയെയും കുറിച്ച് ബോധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ജീവിച്ചിരിപ്പുള്ള രക്ഷകർത്താവിന്റെയും കുട്ടിയുടെയും പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട് ആയിരിക്കണം നൽകേണ്ടത്. നിലവിൽ ഏപ്രിൽ 10 അവസാന തീയതി കൊടുത്തിരിക്കുന്നത്. തീയതിയിൽ മാറ്റം വന്നേക്കാം. അവസാന തീയതിയിൽ മാറ്റമുണ്ടായാൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നതാണ്. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.